नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्रीकृष्ण चैतन्य प्रभु नित्यानन्द श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृन्द। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम राम हरे हरे. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികി. അധ്യായം 38. അക്രൂരൻ്റെ മടക്കയാത്രയും യമുനാജലത്തിൽ വിഷ്ണുലോക ദർശനവും. പേജ് നമ്പർ 354. ധനുർയജ്ഞത്തിൽ പങ്കെടുക്കുന്നതിന് ഗോപകുമാരന്മാരെ മുഴുവൻ ക്ഷണിക്കാൻ അവർ നന്ദമഹാരാജാവിനോട് പറഞ്ഞു. ഇതു കേട്ടു ഗോപന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി ധനുർയജ്ഞം എന്ന ചടങ്ങിനു സമർപ്പിക്കാനായി പാലും എല്ലാത്തരം പാലുത്പന്നങ്ങളും ധാതുക്കളായി സംഭരിക്കാൻ നന്ദമഹാരാജാവ് അവരോടു കൽപ്പിച്ചു. കംസൻ നടത്താൻ പോകുന്ന ധനുർയജ്ഞം എന്ന മഹായജ്ഞത്തെക്കുറിച്ച് വൃന്ദാവനവാസികളെ അറിയിക്കാനും അതിനു അവരെ ക്ഷണിക്കാനും നന്ദമഹാരാജാവ് വൃന്ദാവനത്തിലെ മേധാവിക്കു നിർദ്ദേശം നൽകി. അടുത്ത ദിവസം പ്രഭാതത്തിൽ തന്നെ മധുരയ്ക്ക് പുറപ്പെടണമെന്ന് ഗോപകുമാരന്മാരെ അറിയിച്ചു. ഉടൻ തന്നെ അവർ തങ്ങളുടെ മധുരായാത്രയ്ക്കായി കാളകളെയും പശുക്കളെയും ഒരുക്കി നിർത്താൻ വേണ്ട ഏർപ്പാടുകളും ചെയ്തു. കൃഷ്ണനെയും ബലരാമനെയും മധുരയിലേക്ക് കൊണ്ടുപോകാനാണ് അക്രൂരൻ വന്നതെന്നു കേട്ട ഗോപികമാർ ഉത്കണ്ഠ കൊണ്ടു വീർപ്പുമുട്ടി. അവരിൽ ചിലരുടെ ദുഃഖം അതികഠിനമായി തീർന്നു. ചിലരുടെ മുഖം വിളറി വെളുത്തു, ചിലർക്കു ചുടുനിശ്വാസം, മറ്റു ചിലരുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. അവരുടെ മുടിക്കെട്ടഴിഞ്ഞു, വസ്ത്രങ്ങൾ അയഞ്ഞു. കൃഷ്ണനും ബലരാമനും മധുരയ്ക്ക് യാത്രയാകുകയാണെന്ന വാർത്ത കേട്ട മറ്റു ചിലർ എല്ലാം മറന്നതുപോലെ തങ്ങളുടെ ഗൃഹകൃത്യങ്ങൾ നിർത്തിവച്ചു. മരണം വാതിലിൽ മുട്ടി വിളിച്ച ഉടൻ ഈ ലോകം വിട്ടു പോകാൻ കൽപ്പന കിട്ടിയവനെ പോലെ. കൃഷ്ണനുമായുള്ള വേർപാടിനെക്കുറിച്ചോർത്തു മറ്റു ചിലർ ബോധം കെട്ടു വീണു. അവൻ്റെ ആകർഷകമായ പുഞ്ചിരിയും അവനുമായുള്ള സംഭാഷണങ്ങളും ഓർത്തോർത്ത് ഗോപിമാരിൽ ചിലർക്കു ദുഃഖം അണപൊട്ടിയൊഴുകി. ഭഗവാന്റെ രൂപഗുണങ്ങളും വൃന്ദാവനത്തിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ കാൽവയ്പും ചാടുവചനങ്ങൾ കൊണ്ട് അവൻ അവരുടെ ഹൃദയം കവർന്നതും ഒക്കെ അവർ ഓർമ്മിച്ചു. കൃഷ്ണനെയും ആസന്നമായ അവൻ്റെ വേർപാടും ഓർത്തുകൊണ്ട് അവർ ശക്തമായി തുടിക്കുന്ന ഹൃദയത്തോടെ ഒരിടത്ത് ഒത്തുകൂടി. കൃഷ്ണൻ്റെ ഓർമ്മയിൽ പൂർണ്ണമായി മുഴുകിയിരുന്ന അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരയായൊഴുകി. അവർ തമ്മിൽ പറഞ്ഞു തുടങ്ങി, ഹരേ കൃഷ്ണ.